ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ അപൂർവമായി വീണിട്ടൊരു കണ്ടൻറ്റാണ്. ഞാനിന്നൊരു ഫോട്ടോഷൂട്ടിന് പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നില്ല. എന്നോട് പറഞ്ഞ ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിഥുൻ ഏൽപ്പിച്ച പരിപാടിയാണ്. അപ്പോൾ വളരെ ചെറിയ എന്തോ പരിപാടി എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ വടക്കേക്കോട്ട വെച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് മാറി ചോറ്റാനിക്കരയായി. ടൈമിങ്സിൽ ചേഞ്ച് വന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വിഷ്ണു പറഞ്ഞ ബ്രോ എന്നെ വിളിച്ചിരുന്നു, മിഥുൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവിടെ നിന്ന് പുള്ളി വന്നു, എന്നെ പേട്ടയിൽ നിന്ന് പിക്ക് ചെയ്തു, നേരെ ചോറ്റാനിക്കര പോയി. അപ്പോൾ അവിടെ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ആരാണ് ഫോട്ടോ എടുക്കാൻ വരുന്നത്, ആരാണ് കൂടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരുൺ ചൗഹാൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ ആണ് വന്നത്. നോർത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. പുള്ളിയുടെ ഫോട്ടോഗ്രാഫി പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു തീം ബേസ്ഡ് ഫോട്ടോഗ്രാഫിയാണ്. അതായത് ഫോട്ടോഗ്രാഫിയിലൂടെ ഒരു സ്റ്റോറി പറയുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയാണ് ഫോട്ടോ എടുക്കാൻ വന്നത്. അപ്പോൾ കാറിൽ വെച്ച് തന്നെ പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിയോട് പരിചയപ്പെട്ടു. അപ്പോൾ കാറിൽ കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ടുള്ള വൈബ് സെറ്റ്. എനിക്ക് എല്ലാവരുടെയും വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കിടിലം വൈബായിരുന്നു, എല്ലാവരും നല്ല ചിൽ വൈബായിരുന്നു. അപ്പോൾ അവരായിട്ട് സെറ്റായി. പിന്നെ അവിടെ നേരെ നമ്മുടെ ലൊക്കേഷനിലെത്തി കഴിഞ്ഞ് മോഡൽ വന്നു. പിന്നെ എൻ്റെ മേക്കപ്പ് എല്ലാം അവിടെ ഒരു നല്ലൊരു തണലുള്ള സ്ഥലം നോക്കി സെറ്റ് ചെയ്തു. തേപ്പെല്ലാം കഴിഞ്ഞു. ഷൂട്ട് ചെയ്തു. തീം ബേസ് തന്നെയായിരുന്നു. നമ്മുടെ കഥകളി ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു സ്റ്റോറി ആയിരുന്നു. ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞു, പാക്കപ്പായി. അപ്പോൾ ആ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ചെറിയ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം വ്ളോഗിൻ്റെ പരിപാടി. അപ്പോൾ പെട്ടെന്ന് അതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് വീണ് കിട്ടിയൊരു കണ്ടൻറ്റാണെന്ന്. അപ്പോൾ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും കൂടി എടുത്ത പല വീഡിയോസും കൂടെ വെച്ചിട്ടാണ് അപ്പോൾ ഞാനിത് ചെയ്യുന്നത്. ഞാനായിട്ടൊന്നും എടുത്തിട്ടില്ല വീഡിയോസ്. അപ്പോൾ എടുത്ത വീഡിയോസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ ഫോട്ടോഷൂട്ട് നടത്തിയ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം ഗ്രൗണ്ട് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ്. അപ്പോൾ ഈ ടീമിലുള്ള എല്ലാവരും അടിപൊളി മെമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫി ആയിട്ട് ബേസ് ചെയ്തിട്ട് എറണാകുളത്തായാലും എവിടെയായാലും എന്തെങ്കിലും ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഹോം ഗ്രൗണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ അവരുടെ ഒരു പോർട്ട്ഫോളിയോ എന്നുള്ളൊരു നിലയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു ഫോട്ടോഷൂട്ടായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും എല്ലാ മെമ്പേഴ്സ് എല്ലാവരും എന്താ പറയുക, എല്ലാവരും അടിപൊളി ചിൽ മെമ്പേഴ്സാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടിന് വന്ന നോർത്തിൽ നിന്ന് വന്ന ബ്രോയാണ് തരുൺ ചൗഹാൻ. അതേപോലെ തന്നെ മോഡൽ ഐറ കൃഷ്ണ, പിന്നെ ഞാനും, പിന്നെ ഹോം ഗ്രൗണ്ട് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത്രയും ആയിരുന്നു എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയത് കണ്ടിട്ട് വാ ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇത് വന്നിട്ട് നമ്മുടെ ചോറ്റാനിക്കര അടുത്തുള്ള ഇതൊരു പാഡി ഫീൽഡാണ്. അപ്പോൾ ഇത് ഫോട്ടോഷൂട്ടിനായാലും വീഡിയോഗ്രാഫിക്കൊക്കെ ആയാലും ഈവനിങ് മോർണിംഗൊക്കെ നല്ല കിട്ടില്ല സ്പോട്ടാണ്. രണ്ടുപേര് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഗൈസ് ലൊക്കേഷൻ കണ്ടപ്പോൾ തന്നെ അവരവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ ഫോട്ടോ പരിപാടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് ഞാനും എൻ്റെ പരിപാടി തുടങ്ങി. അയ്യോ തലയിൽ നൂല് പോട്ടെ. അപ്പോൾ ഞാനും തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുട്ടി ചെയ്യുന്നില്ല, ചുട്ടിക്ക് മുൻപ് വരെ ഉള്ളതാണ് തേച്ചിട്ട് നമ്മളിന്ന് ഫോട്ടോഷൂട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ മനോവലയുടെ കാര്യങ്ങളും അതും ഇതൊക്കെ ചോദിച്ച് അവർ മനസ്സിലാക്കി. അപ്പോൾ നമ്മളവിടെ കത്തിയടിയും തേപ്പും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയം കൊണ്ട് ഇവിടെ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മോഡലിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് സിംഗിൾ സ്റ്റിൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതവിടെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ് അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ മുഖത്തെ പരിപാടി ഏകദേശം കഴിയാനായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ സിംഗിൾ സ്റ്റിൽസൊക്കെ ഏറെക്കുറെ എടുത്തു കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഞാൻ വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. ആ ടൈം കൊണ്ട് അവിടെ ഫൺ പരിപാടീസൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ രമണനെ കാത്തു നിന്ന് ചന്ദ്രിക ക്ഷീണിച്ചു ഗൈസ്. അവിടെ ഡാൻസ് തുടങ്ങി. അങ്ങനെ നടൻ എത്തിക്കഴിഞ്ഞു ഗൈസ്, നടൻ എത്തിക്കഴിഞ്ഞു. ഗൈസ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള പോർഷൻസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ നിന്നൊക്കെ ഓരോന്ന് തട്ടി വിടുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല എന്താണ് ഞാൻ കാണിക്കുന്നതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അതനുസരിച്ച് എനിക്ക് തിരിച്ച് എന്നോട് കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നോട് തിരിച്ച് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു കംഫർട്ട് സോണിലാണ് ചെയ്തത്. പുള്ളിക്കാരി എന്നോട് ആദ്യം വന്ന് സംസാരിച്ചിരുന്നു, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കംഫർട്ടാക്കിയതിന് ശേഷമാണ് ചെയ്തത് ഗായ്സ്. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പുറപ്പെട്ടു. ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോവാണ്. നല്ല തലവേദനയായ കാരണം ഞാൻ ഒരു ചായയും കുടിച്ചു, എന്നിട്ടൊരു കോഫിയും കുടിച്ചിട്ട് നിൽക്കുന്ന നിൽപ്പാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു ഷവർമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്.
ഗായ്സ് അപ്പോൾ പെരുത്തൊരു ഷവർമ എത്തിയിട്ടുണ്ട്. ഇത് തിന്നിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. ഗായ്സ് അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയൊരു കണ്ടൻറ്റാണ്. സംഭവം വേറൊന്നുമല്ല, എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് മിഥുനെ ഏൽപ്പിച്ച പരിപാടിയാണ്. എന്നോടൊരു ഫോട്ടോഷൂട്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വന്ന് കണ്ടപ്പോൾ ഇത്രയും, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഫോട്ടോഷൂട്ടിന് തന്നെ വരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടിപൊളി ഒരു വൈബായിരുന്നു. ഇതാണ് എന്നെ ഏൽപ്പിച്ച വിഷ്ണു ബ്രോ, ഐറ, പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഡയറക്ടർ സാറ്. അപ്പോൾ എല്ലാവരും ഒന്നും പറയാനില്ല, അടിപൊളി ഒരു ക്രൂ ആയിരുന്നു. ആ താങ്ക് യു. അപ്പോൾ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.